ഗൈസ്, ഈ മോന്ത ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയില്ലെങ്കിൽ പറയാം ഗൈസ്. ആഫ്റ്റർ എ ലോങ് break, I am back into my channel. So hello guys, good morning, welcome to my channel Junior MJ Tech. Yes, I am back guys. അപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരികെ എത്തിയിരിക്കുകയാണ് എൻ്റെ ചാനലിൽ. 4 വർഷം ഒരു അപ്ഡേറ്റ്സും ഇല്ല, ഒന്നുമില്ല, ഒരു വീഡിയോസും ഇല്ല. സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദാറ്റ് ഓൾഡ് തിങ്സ് അല്ലേ. സോ 4 വർഷം കഴിഞ്ഞ് ഒരു വീഡിയോ ഇടുകയാണ് ഇപ്പോൾ. എന്താ പോലെ തോന്നുന്നു ഗൈസ്, ബിക്കോസ് 4 വർഷം കുറച്ച് ലോങ് ഗ്യാപ്പായി പോയി അല്ലേ. ഞാൻ ഇത്രയും വളർന്നു ഗൈസ്, കണ്ടു. ജൂനിയർ MJ Tech അല്ല, ഇപ്പോൾ കുറച്ചും കൂടി സീനിയറായി. ഞാനിപ്പോൾ എൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. അറിയോ, ഞാൻ ഡിഗ്രി പഠിച്ചിട്ട് കംപ്ലീറ്റ് ആക്കി നിൽക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവമൊക്കെ എടുത്തത്. ഇപ്പോൾ നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരാണ്. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നല്ലേ ചാനലിൽ. സോ കുറേ അപ്ഡേറ്റ് നമ്മൾ മിസ് ചെയ്ത്, കുറേ കണ്ടൻറ്റ്സ് മിസ് ചെയ്ത്. അത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതൊന്നും ഇട്ടില്ല. പിന്നെ 4 വർഷം കഴിഞ്ഞ് പ്രോബ്ലമൊക്കെ പോയി, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സെറ്റായിട്ട് പോകണം. സോ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയാണ്, ബാംഗ്ലൂരാണ്, KR Puram എന്ന് പറയുന്ന സ്ഥലത്താണ് ഗൈസ്. സോ ഇനി മുതൽ വീഡിയോസ് പ്രതീക്ഷിക്കാം കേട്ടോ. കണ്ടിന്യൂ വീഡിയോസ് വരുന്നു പ്രതീക്ഷിക്കുന്നു. മേ ബി സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, സോ ഒരു വർഷം കൂടി എല്ലാവരെയും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, സോ ഇതൊരു പുതിയ വ്ളോഗാണ് ടു മൈ ചാനൽ. ഐ മീൻ, ഇത്ര ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പുതിയൊരു വീഡിയോ ഇടാണ്, ഇത്ര ഗ്യാപ്പിന് ശേഷം. അത്ര പറയണ്ട, നിങ്ങൾക്കറിയാം. അപ്പോൾ പുതിയ വീഡിയോസ്, പുതിയ കണ്ടൻസ് ആയിട്ട് വരുന്നതാണ് ഇനിയും. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂ ആക്കുന്നതാണ്. സോ നമുക്ക് ഇന്ന് അത്ര ലെങ്ത് വീഡിയോ അല്ലെന്ന് തോന്നുന്നു, ബിക്കോസ് ഇന്ന് അത്ര പണിയൊന്നുമില്ല. ഒരു നോർമൽ വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. നല്ല പണിയൊന്നും നമുക്കിപ്പോൾ. ഓക്കെ, എൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ ഇപ്പോൾ പറയാം നിങ്ങളുടെ അടുത്ത്, കുറച്ചൊക്കെ. ഓക്കെ, അപ്പോൾ കുറച്ച് പുതിയ ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, ഫ്രണ്ട് കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്നും കണ്ടു. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കണം നമ്മുടെ ചാനലിൽ 4 വർഷം കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു പുതിയ അതിഥിയുണ്ട് നമ്മുടെ കൂടെ. അത് ഞാൻ ആദ്യം കാണിച്ചില്ലായിരുന്നു, ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഡയാന. ഇവിടെ വന്നാണ് വാങ്ങിച്ചത്, ബാംഗ്ലൂർ വന്നാണ് വാങ്ങിച്ചത്. ഇവളൊരു ഇന്ത്യൻ സ്പ്ലിറ്റ് ബ്രീഡ് ഡോഗാണ്. അതുകൊണ്ട് ഇപ്പം മമ്മി ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം കോളേജ് ടൈമിലൊക്കെ ഇല്ലായിരുന്നു, മമ്മി ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ആ അപ്ഡേറ്റ്സ് ഒന്നും അറിയത്തില്ലല്ലോ നിങ്ങൾക്ക്. ആക്ച്വലി 3 വർഷം ഇവിടെ ഡിഗ്രി പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാനും ചേട്ടനെ ഉള്ളായിരുന്നു ഈ റൂമിനകത്ത്. അമ്മയും പപ്പയും അവിടെ ബീദറിലായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നല്ലോ, ബീദർ ഫോർട്ടൊക്കെ പോയി കണ്ടത്. നമ്മൾ ആദ്യം അവിടെ നിന്നായിരുന്നു. പിന്നെ ഞാനും ചേട്ടനും ഇങ്ങോട്ട് വന്ന്. അപ്പോൾ മമ്മിയൊന്നും ഇല്ലായിരുന്നു. 3 വർഷം മമ്മിയും പപ്പയും ഇല്ലാതെയാണ് നമ്മൾ കഴിഞ്ഞത്. ഇടയ്ക്കൊക്കെ ലീവ് കിട്ടുമ്പോൾ വീട്ടിൽ പോകും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ കുക്കിങ്ങും പരിപാടിയൊക്കെ നമ്മളായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ല, സോറി. എൻ്റെ അമ്മച്ചി ലീഫുണ്ട്. അമ്മോരെ ആയോടമ്മ, ആഫ്റ്റർ ലോങ് ടൈം ഈ ഫേസ് കണ്ടോളൂ ഗൈസ്. എന്ത് ചെയ്യണമ്മ? പാല് ചൂടാക്കുന്നത്, പിന്നെ ബാക്കി പണികളുണ്ട്. യെസ്, ഞാനിപ്പോൾ എണ്ണീറ്റുണ്ടല്ലോ ഗൈസ്, കുറച്ച് സമയമായി എണ്ണീറ്റിട്ട് ഒന്നും കഴിച്ചില്ല. അമ്മ ഇവിടെ പാല് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കാം കേട്ടാ. ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു വ്ളോഗായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ന് അത്ര പരിപാടിയൊന്നുമില്ല, എന്നാലും നോക്കാം. പരിപാടി എന്നല്ല പറഞ്ഞ. സോറി ഗൈസ്, മൈ മലയാളം ഈസ് നോട്ട് ഗുഡ്. പാരവാടിന്നാ കേട്ടത്.
അതിൻ്റെ മലയാളം അത്ര നല്ലതല്ലല്ലേ. അത് നിങ്ങൾക്കറിയാമല്ലോ ഗൈസ് അല്ലേ? അല്ലേ മാം? എന്നാൽ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ചോറ് കഴിച്ചിട്ട് നമുക്ക് ഈ ഡേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലോ ഗൈസ്. എന്താ പറയുന്നത്? അപ്പോൾ നമുക്ക് കഴിക്കാം ആദ്യം. സ്റ്റാർട്ടിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് 2 മുട്ട ആൻഡ് പിയൽ. സോ ഇതാണ് സ്റ്റാർട്ടിങ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ നോക്കാൻ പോകണം. ഇപ്പോൾ വണ്ടിയൊക്കെ തുടയ്ക്കാൻ പോകണം. പിന്നെ എന്താണ് പിന്നെ ചുമ്മാതെയാണ് ഗൈസ്, ചുമ്മാ വെറുതെ പറയണ ഗൈസ്. നിങ്ങൾ ടൈം നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഡാനയും കൊണ്ട് നടക്കാൻ ഇറങ്ങുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടിയുണ്ട് കേട്ടോ. വേണ്ടേ, ഈ ബ്ലൂ കളർ ഓൾട്ടോ നമ്മുടെ വണ്ടിയാണ്. യെസ് ഗൈസ്, നമ്മൾ വണ്ടിയൊക്കെ വാങ്ങിച്ച് വേണ്ടേ. ഇതാണ് നമ്മുടെ വണ്ടി. സീനല്ലേ, പൊളിയല്ലേ. വാങ്ങിച്ചിട്ടൊരു കുറച്ച് വർഷമായി. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അവിടെ ഇവിടെ ഡയനൊക്കെ കൂട്ടൊക്കെ ഉണ്ട്. ഇത് ഡയനയുടെ ഒരു കൂട്ടുകാരനാണ്. ബാ 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 നമ്മൾ പാലൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോവാണ് ഗൈസ്. ഇങ്ങോട്ട് അങ്ങോട്ട് വലിക്കണം. ബാ 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 പൊട്ട് തരൂല ഇത് കൈ. അയ്യോ, പാലിടയ്യോ. നമ്മുടെ റൂമിൽ എത്തി ചേട്ടാ. അവൾ എൻ്റെ കയ്യിൽ നിന്ന് ലീച്ച് വാങ്ങിക്കൊണ്ട് ഓടി കേസ്. വേണ്ടേ, എൻ്റെ കയ്യിൽ നമ്മൾ ലീച്ച് വാങ്ങിച്ച് ഓടിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിരിക്കണേ ഗൈസ്. നല്ല ഇവിടെ അമ്മച്ചിയുണ്ട്. എന്തിനാണമ്മ? ഇതാണ് നമ്മുടെ കൊച്ചു റൂം. ഇത്ര വർഷം കഴിഞ്ഞിട്ടല്ലേ കാണിക്കുന്നത്. ഒരു അപ്ഡേറ്റ് ഇല്ലായിരുന്നല്ലോ ചാനലിനായിട്ട്. ഒരു ചാനലുണ്ടായിരുന്നു കേട്ടോ, മെക്രൈം ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ട്. എന്തുവാ, ശ്രീദേവി മെക്രൈം ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ടായിരുന്നു. അത് പിന്നെ കുറച്ചൊക്കെ 2-3 വീഡിയോസ് ഇട്ട് പിന്നെ അതങ്ങ് നിർത്തി. എന്താ നിർത്തിയത്? നൂല് കിട്ടാതെ മുത്ത് കിട്ടാതെ ആയപ്പോഴത്തേന് അത് നിർത്തി. പിന്നെ വേറെ എന്താ പറയുക, സമയമില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ. ബിക്കോസ് ഇവിടെ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഹൽസൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുക. അവിടെ മറ്റേ പപ്പ ഡിഫൻസിലാണല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ കിട്ടി. ലാസ്റ്റ് ട്രാൻസ്ഫറാണ് പപ്പയുടെ. അപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. അവിടെ ക്വാർട്ടേഴ്സ് കിട്ടിയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ ചേട്ടയില്ല. ചേട്ട ഇപ്പോൾ ഓഫീസിൽ പോയേക്കണ്. വർക്കൊക്കെയാണ് ഗൈസ്. ഞാനിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ ഇരിക്കുകയാണ്. ഓക്കെ, എക്സാം റിസൾട്ടൊക്കെ വന്ന് പാസ്സായി ഗൈസ്. താങ്ക് യു. സോ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഒരു ജോലി നോക്കണം പതുക്കെ. ഇപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും നോക്കുന്നുള്ളൂ. ബിക്കോസ് സിറ്റുവേഷൻസ് അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോയാൽ പിന്നെ ഞാൻ ഇപ്പോൾ വർക്കിലാണെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ലീവ് എടുക്കാൻ പറ്റുമല്ലോ. സോ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ എല്ലാം സെറ്റിലാക്കിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ജോബിൽ പോകാൻ നോക്കുവാണ്. ഓക്കെ, എൻ്റെ മലയാളം ഇപ്പോഴും കുഴപ്പമാണ് ഗൈസ്. ഇപ്പോൾ
ഇവിടെ വീട്ടിനെ കുറച്ച് പണിയുണ്ട്, അത് കുറച്ച് ഒതുക്കിയിട്ട് നമുക്ക് നേരെ കാറിൻ്റെ അങ്ങോട്ട് അവിടെ വൃത്തിയാക്കാണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങോട്ടോ കേട്ടാ. അപ്പോൾ നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റായി. ഓക്കെ, ഞാൻ കഴിച്ച് ഇപ്പോൾ നമ്മൾ കാറിൻ്റെ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. കാറിൻ്റെ അങ്ങോട്ട് ഞാനും മമ്മിയും പിന്നെ ഞാനും ഉണ്ട്. ഞാനും ഉണ്ട്, സോറി, ഞാനും മമ്മിയും പിന്നെ ഇത് ഡയന എവിടെ ഇപ്പോൾ ഉണ്ട്, ഇവിടെ അതാണ്ട് അവളും ഉണ്ട്. നമ്മൾ പോവുകയാണ് അങ്ങോട്ട്. ഇപ്പോൾ അമ്മ ഡയന ഭയങ്കര എക്സൈറ്റഡ് ആയി ഗൈസ്. റൈറ്റാ, ഓക്കെ. കാറിൻ്റെ അടുത്ത് എത്താറായി ഗൈസ്. മമ്മി ബാക്കിലുണ്ട്. നമ്മുടെ ഫ്രണ്ട് കോൾ ചെയ്തു. ഒരു കാര്യം കാണിച്ചു, ഇവിടെ ഒരു പുള്ളിയുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ട, ഇതുണ്ട്, അതിനൊരു കൂട്ടുകാരനാണ്. ഇവർ രണ്ടുപേരും നല്ല കമ്പനിയാണ്. രണ്ടുപേരും ഓടിച്ചാടി കളിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും. ബാ 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 വയസ്സ് ഇവിടെ ചാടാൻ തുടങ്ങി, പിന്നെ ചാടിക്കൊണ്ടിരിക്കും. കളിക്കാൻ നല്ലുള്ള ഇവനിടാ. അറിഞ്ഞൂടാ. എൻ്റെ മലയാളം എവിടെയൊക്കെ പോകണമെന്നെന്തോ. അപ്പോൾ നമ്മൾ നമ്മുടെ കാറിൻ്റെ അടുത്ത് വന്ന് ഒന്ന് അൺലോക്ക് ചെയ്യട്ടെ. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ കാറ്. രാവിലെ തന്നെ ഇപ്പോൾ കാണിച്ചല്ലോ. കണ്ടോ നമ്മുടെ കാർ കണ്ട്. ഇതുവരെ പോയില്ല ഇവിടെ നിന്ന്. പോടാ വാവേ, എൻ്റെ അടുത്ത് വന്നാട്ടോ. കാറ് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട്. വെള്ളമൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ തുടച്ചെടുക്കാം, നല്ലതല്ലേ. ബിക്കോസ് ഇവിടെ കാർ വാഷ് ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് ഡിസ്റ്റൻസ് വേണം. അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നില്ല വണ്ടി. സോ നമ്മളതിനെ വെള്ളം വെച്ച് കുറച്ച് തുടച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അകത്തെല്ലാം അലങ്കൂലമായി കിടക്കുക. ബിക്കോസ് മറ്റേ നമ്മുടെ ഡയനയൊക്കെ ചിലപ്പോൾ അകത്തുണ്ടാവും. അപ്പോൾ അവളുടെ അവരുടെ കൂടെയൊക്കെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യല്ലേ. ക്ലീൻ ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ. ഡയനെ തിരിച്ച് ഇട്ടിട്ട് വന്ന്, അത് എന്താണെന്ന് വെച്ചാൽ അവൾ കൂടെ നിൽക്കുമ്പോൾ പിന്നെ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നേക്കാണ്. വണ്ടി ഇപ്പോൾ ഒന്ന് സെറ്റായില്ല. അമ്മ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയി ആക്കിയിട്ട് വന്ന വീട്ടിൽ. അവളിങ്ങോട്ട് ചാടുന്നു. അപ്പോൾ അവളെ കൺട്രോൾ ചെയ്യുമോ അതോ നമ്മൾ വണ്ടി കഴിവോ? വണ്ടിയുടെ കുറച്ച് പണിയുണ്ട്, പെട്ടെന്ന് അത് തീർത്തിട്ട് നമുക്ക് പോവാം. എൻ്റെ അമ്മ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മമ്മിയുടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേണ്ട തുടങ്ങട്ടെ. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം. എന്നാൽ ഇത് കഴിഞ്ഞിട്ടാണ്. മേളത്തെ സ്റ്റാൻഡില്ലാത്ത ലുക്ക്. ഒരു ഹെയർ കട്ട് കഴിഞ്ഞ മാതിരിയുണ്ട് അല്ലേ? എക്സാക്റ്റ് നമ്മളെ മുടിയൊക്കെ ഇപ്പോൾ മുട്ട അടിച്ച പോലെ ഉണ്ട്. പക്ഷെ കൊള്ളാമല്ലേ? ചെറിയൊരു മൂട്ടയുടെ അത്രേ ഉള്ളൂ. എന്തുവാവേ. സഗായ്സ്, നമ്മൾ ഇപ്പോൾ എല്ലാം ചെയ്ത് തിരിച്ചു വന്നേക്കാണ് റൂമിലോട്ട്. അത് കാണിക്കാൻ പറ്റില്ല, ഷൂട്ട് ചെയ്യാൻ മറന്നതായി ഗൈസ്. ഇത്ര ടൈം കഴിഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്യല്ലേ, വീഡിയോ ഇടുകയല്ലേ. ഇപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി. എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സംഭവമൊക്കെ മറന്നുപോയി. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ
അതൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നല്ല ടയേർഡായി ഗൈസ്. മമ്മി കുളിക്കാൻ കയറി. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. കഴിച്ചിട്ട് വരാം. കഴിക്കാൻ പോകുന്നു. ഇന്ന് ചോറ്, സാമ്പാർ, പിന്നെ ഇത് ചിക്കൻ ഫ്രൈ, പിന്നെ 2 പപ്പടം. ഇതാണ് നമ്മുടെ ലഞ്ച്. അപ്പോൾ കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ കഴിച്ചിട്ട് വരാം. നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ എണ്ണേറ്റേ ഉള്ളൂ. സമയം എത്രയാമ്മ? സമയം ഒരു 5:10 ആയി. ഇപ്പോൾ കാണാവൂ? കാണുന്നില്ല. വേണ്ടേ 5:10 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേട്ടനെ വിളിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, ചേട്ടൻ ഓഫീസ് ഇവിടെ ഒരു 6 മണിയാവും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. മാർത്തള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ പോവാണ് കാറിനകത്ത്. ബിക്കോസ് ഞാൻ കാർ ഓടിക്കുകയാണ് ഗൈസ്. ഞാനാണ് ഇന്ന് കാർ ഓടിക്കുന്നത്. നമ്മൾ ഇന്ന് ചേട്ടനെ വിളിക്കാൻ പോവുകയാണ്. ഇപ്പോൾ മമ്മി ഇതാണ്ട് റെഡിയായിരിക്കുക. അപ്പോൾ ഞാനും പോയി ടൈം വേസ്റ്റ് ആകാതെ റെഡി ആയിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ റെഡിയായി വന്നൊക്കെയാണ് ഗൈസ്. മമ്മി ആദ്യമേ റെഡിയായിരുന്നു. വേണ്ടേ റെഡിയായിട്ട് നിൽക്കുക. എന്നാൽ നമുക്ക് കാറിനെടുത്തിട്ട് പോകാം. ഉള്ളിലിട്ട് കയറാം ഗൈസ്. എൻ്റെ ദൈവമേ, വേറെ ആരെയും കൊണ്ടിട്ടല്ലേ. ഓക്കെ, നമ്മൾ വണ്ടി വന്ന് സെറ്റായി. ഇനി പതുക്കെ ചേട്ടനടുത്തോട്ട് പോകാം. ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് നല്ല ട്രാഫിക് കാണും ഗൈസ്. ആ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് പോകണം. റെഡിയല്ലേ? പോകാം. വേറെ ഒരു പ്ലാനും ഇല്ല ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു പ്ലാനേ ഉള്ളൂ, ചേട്ടനെ വിളിക്കാൻ പോകുന്ന. നമുക്ക് പോവാം. ഗൈസ്, കൊടൂര ട്രാഫിക് ഗൈസ്. കണ്ട ഒടുക്കത്തെ ട്രാഫിക്കാണ്. അയ്യോ, ഇപ്പം നിരങ്ങി എപ്പോൾ എത്തുന്നുണ്ടോ. മാർത്തയിൽ ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഗൈസ്. ഒരു 6 കിലോമീറ്റർ കാണും. അപ്പോൾ ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ചേട്ടനെ പിക്ക് ചെയ്യുമ്പോൾ ഒരു ടൈമാവും. എങ്ങനെയെങ്കിലും എത്താം ഗൈസ്. പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ചേട്ടൻ ഇവിടെ ഇത് നമ്മുടെ ഷെൽ പെട്രോൾ പമ്പിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. ഒടുക്കത്തെ ട്രാഫിക്കിൽ എവിടെ കണ്ടുപിടിക്കുമെന്ന്. റൈറ്റിലൊന്നും കാണിച്ച്, റൈറ്റിലോട്ട് മെയിൻ റോഡിലോട്ടൊന്ന് കാണിച്ച് ഗൈസ്. ആ ട്രാഫിക് ഒന്ന് നോക്കിയേ. കൊടൂര ട്രാഫിക്കാണ് ഗൈസ്. കണ്ടോ ട്രാഫിക് കണ്ടായി. ദിസ് ഈസ് ബാംഗ്ലൂർ ഗൈസ്. ഗൈസ്, ചേട്ടൻ എവിടെയാണോ എന്തോ. ഈ ട്രാഫിക്കിൽ നിന്ന് പതുക്കി പോവാണ് ഗൈസ്. നോക്കാം, എവിടെയെങ്കിലും കാണുമായിരിക്കും. ഫ്രണ്ടിൽ ട്രാഫിക് കുറച്ച് കുറവ്. ലെറ്റ്സ് ഗോ. ഇന്ത്യമാവും. ചേട്ടനെ കാണാനില്ല ഗൈസ്. എവിടെയാണോ ഒരു മിനിറ്റ്, ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ട് ചേട്ടൻ ഒന്ന് കോൾ ചെയ്തോ. नर्मदा, you know. काटी लेन तनिष्क वाले के पास है.
और आ गया हूँ। ओ 1 मिनट रुको रुको। हाँ वो येलो वाला फ्लैट है मतलब। वो ठीक है, आता हूँ। ഇതെങ്ങനെ പിടിച്ചേക്കുന്നത് അങ്ങനെ വരണ്ടേ. സോറി ഗൈസ്, മമ്മി പഠിച്ചു തരുന്നേ ഉള്ളൂ ക്യാമറ. ചേട്ടൻ കുറച്ചുകൂടി ഫ്രണ്ടിലാണ് ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. വന്ന് ചോട്ടെ ഗൈസ് ചേട്ടൻ വന്നു കണ്ട്. വെൽക്കം ബാക്ക് മിസ്റ്റർ ക്യാമറമാൻ. മമ്മി ബാക്കിൽ പോയി ഗൈസ്. അപ്പോൾ ഇത്ര ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചേട്ടനെ കണ്ടുപിടിച്ചു ഗൈസ്. മിഷൻ അക്കംപ്ലിഷ്ഡ്. എന്നാൽ നമുക്ക് ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോകാം. പോയി ട്രാഫിക്കൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ എത്തുമെന്തോ. എനിവേസ് ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ചേട്ടൻ ഇൻഫർമേഷൻ തരുവാണെങ്കിൽ കേട്ടോ ഗൈസ്. ഒന്നുമില്ല ഗൈസ്, പിന്നെ കാണാം. ഇവിടുത്തെ ട്രാഫിക് തിരിച്ചു പോകുന്ന ഇനി ഒരു ടൈം എടുക്കുമ്പോൾ ലേറ്റ് ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാൽ നല്ല ട്രാഫിക് ഉണ്ട് ഗൈസ്. ഒടുക്കത്തെ ട്രാഫിക്കാണ്, കണ്ടില്ലേ? അതാണ് ഗൈസ് എൻ്റെ ഓഫീസ്. യെസ്, അവിടെയാണ് ചേട്ടൻ്റെ ഓഫീസ്. അതാണ് ഗൈസ് ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചേട്ടൻ്റെ ഓഫീസ്. അപ്ഡേറ്റ് കൊടുക്കും. ഇതാണ് ഗൈസ്, ഈ കാണുന്നതാണ് ഞാൻ പഠിച്ച കോളേജ്. ഞാൻ ഇവിടെ നിന്നാണ് ഡിഗ്രി എടുത്തത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയായിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞ് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ രാമൂർത്തി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് പോവാം. അവിടെ എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാൻ, ഡിന്നറത്തേക്ക് എന്തെങ്കിലും കുറച്ച് സാധനം എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഡിന്നർ നടിക്കാം. അതുകൊണ്ട് അങ്ങോട്ട് പോവാണ്, ഓൺ ദി വേ ആണ്. അവിടെ ചെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ എന്ത് വാങ്ങിക്കണം, നമുക്ക് അവിടെ ചെല്ലണം. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയൊക്കെയാണ്. ഇവിടെ കുറച്ച് ഫ്രണ്ടിലോട്ടാണ് കട. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കേട്ടോ ബാക്കിൽ. ബിക്കോസ് അവിടെ റോഡ് സൈഡാണ്, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനും ചേട്ടൻ പതുക്കെ ആ കടയിലോട്ട് നടന്നു പോകാൻ. കട ഫുഡ് സ്റ്റാർ റെസ്റ്റോറൻ്റ് ആണെന്ന് പേര്. ഫുഡ് സ്റ്റാർ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എവിടെയാണ് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുന്നത്. എന്തൊക്കെയുണ്ട് മെനുവിൽ നമുക്ക് നോക്കാം. ഗൈസ് ഇതൊന്ന് ഉറപ്പിക്കട്ടെ. ഇപ്പോൾ വരാം. ഷവർമ അടിക്കുന്നു. എന്താണ് ടിക്കറ്റ്? മലായി ടിക്ക ഹാഫ്. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് മലായി ടിക്കയാണ് ഗൈസ്. കണ്ട ഹാഫ് മലായി ടിക്ക 200 രൂപ. കുഴപ്പമില്ല. 200 ഷവർമ ഗൈസ്. ഷവായിയൊക്കെ കറങ്ങുന്നത് കണ്ടു. രാത്രി ഫോക്കസ് കിട്ടുന്നില്ല ഗൈസ്. ഇവിടെ കുറേ ഐറ്റങ്ങളുണ്ട്. തന്തൂരി ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടിട്ട് കൊതിയാണ് ഗൈസ്. നമ്മൾ ഓർഡർ വരാൻ കുറച്ച് ടൈം എടുക്കും. വെയിറ്റ് ചെയ്യാണ്. പിടിച്ചേക്കാൻ പറ്റിയില്ല. ചേട്ടൻ ഒരു റുമാലി ഷവർമയ്ക്കും പറഞ്ഞു. അപ്പോൾ ഒരു പ്ലേറ്റ് മലായി എന്താണ് മലായി ചിക്കൻ എന്തോ സംഭവം
അത് ഹാഫ്, പിന്നെ ഒരു ഷവർമയും കൂടി എടുത്തു. അപ്പോൾ ആ 2 സംഭവമാണ് നമ്മൾ എടുത്തത്. മലയാളിക്ക് ഒരു റുമാലി ഷവർമ. വെയിറ്റിംഗ് ഗൈസ്. ഞാൻ ഗൈസ് ഷവർമ അടിക്കുന്നതാണ്. നല്ല കിടിലായിട്ടാണ് എടുക്കുന്നത് ഗൈസ്. ഇഷ്ടമുള്ള സാധനമുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. ഇവിടെ ബാക്കിലും ഉണ്ട് മെനു. ചേട്ടാ കണ്ടോ? അത് ഷോപ്പിൻ്റെ ഒരു ഏകദേശം കൂടെ നോക്കിയോ. ഫുഡ് സ്റ്റാർ റെസ്റ്റോറൻറ്റ് എന്നാണെന്ന് ഷോപ്പിൻ്റെ പേര്. അതെ, വെൽക്കം ഹിയർ. എടുത്തിട്ട് തിരിച്ച് വേണം വീട്ടിൽ നേരെ വീട്ടിൽ പോകണം. ഒടുക്കത്തെ ട്രാഫിക് ആയിരുന്നു കഴിച്ച്. ഇങ്ങനെ ഉണ്ടായിരുന്നു ട്രാഫിക്, അന്യായ ട്രാഫിക്. നോ കമൻറ്റ്സ്. വേറെ ഒന്നുമില്ല കഴിച്ച്. ഇത്ര ഇവിടുന്ന് വെച്ചാൽ ഇനി നേരെ വീട്ടിൽ ചെന്ന് മൈൻഡപ്പ് ചെയ്യാം. എന്താ പറയുന്നു? യെസ് ഡാഡ്. നേരെ വീട്ടിൽ കാണാം ഗൈസ്. ഓക്കെ. അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി, തിരിച്ചു പോകാൻ നേരത്ത് ചേട്ടൻ പറഞ്ഞ ഐസ്ക്രീം വേണമെന്ന്. അപ്പോൾ ചേട്ടൻ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയേക്കാണ്. ചേട്ടൻ ഐസ്ക്രീം സ്റ്റോറുണ്ട് ഗൈസ്, മെർസിലീസ് എന്ന് പറഞ്ഞിട്ട്. വേണ്ട, ഇവിടെ നിന്നാണ് ഐസ്ക്രീം വാങ്ങിക്കാൻ പോയേക്കണേ. സോ ഞാൻ ഇവിടെ വണ്ടി ഇരിക്കുക, സൈഡിൽ പാർക്ക് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ഒന്നുമില്ല ഗൈസ്, ഇത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ആക്ച്വലി. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് വൈൻഡപ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു എങ്ങനെ ഡേ എൻ്റെ ഫോണ് ഈ സംഭവമൊക്കെ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. ഐ മീൻ ഡേ ഇൻ മൈ ലൈഫ് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻസ്. അത് ചേട്ടൻ വന്നിട്ടോ, ചേട്ടൻ വരുന്നുണ്ട് ഗൈസ്. എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന്, ഓക്കെ, എൻ്റെ അമ്മച്ചി വീട്ടിൽ പോകുന്നുണ്ട്. അമ്മ ഐസ്ക്രീം വേണോ? അതാണ്ട് ഇതാണ് നമ്മൾ വെച്ച ഐസ്ക്രീം. ഐ മീൻ നമ്മളെല്ലാം ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്നത്. വേണോ? വേണ്ട. സോ അത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചേട്ടാ വൈൻഡപ്പ് ചെയ്യാമല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഓമന കുട്ടി.